അടുത്തറിയാം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് ഞാൻ നിൽക്കുന്നത് സിൻസ് അക്കാഡമിയിലാണ്. ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണമായിട്ടും റൺ ചെയ്യുന്നത് പെൺകുട്ടികളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കിവിടെ ചോദിച്ചറിയാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിൻസ് അക്കാഡമിയുടെ അഡ്മിഷൻ ഹെഡ് മഞ്ജുഷ മാമാണ്. മാം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. സിൻസ് അക്കാഡമിയിലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവായിട്ട് പെൺകുട്ടികൾക്കുള്ളൊരു കോഴ്സ് കൂടിയാണ് നിങ്ങളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നല്ലേ? അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഈ കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർ ആ കോഴ്സിലൂടെ അവർ ജോലിക്ക് പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓക്കെ, ഇന്ന് സൊസൈറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 വിഭാഗം പെൺകുട്ടികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒന്ന് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവർ, അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഈ മാതാപിതാക്കളുടെ കൂടെ വളർന്ന് പഠിച്ച് നിൽക്കുന്ന ആൾക്കാർ. സെക്കൻഡ് വൺ നോക്കിക്കഴിഞ്ഞാലോ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അതായത് ഒട്ടും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, പഠിക്കാൻ അല്ലേ, പൈസ കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഉള്ള ആൾക്കാർ. അപ്പോൾ ഈ ഒരു 2 കേസ് എടുത്തു കഴിഞ്ഞാലും ഒരു സ്റ്റേജ് വരെ അവരെങ്ങനെയെങ്കിലും തട്ടിമുട്ടി മാതാപിതാക്കളുടെ തണലിൽ ഇങ്ങനെ വളരും. അത് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോവുകയാണ്. സോ ലൈഫ് അവിടെ ഡിഫറെൻ്റ് ആവുകയാണ്, ചേഞ്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഇവർക്ക് ജോലി എന്നുള്ളൊരു ചിന്ത വരിക. ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ ഒന്നുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഫിനാൻഷ്യലി ഞാനും കൂടി ഒരു ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർക്കും ഇതേ ചിന്ത തന്നെയാണ് വരിക. അതുപോലെ ഞാനും കൂടി സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സംഭവങ്ങളൊക്കെ, ക്രൈസിസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും, ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി കല്യാണം കഴിഞ്ഞ ലേഡീസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫാമിലി പ്രോബ്ലംസ് വരെ വരാറുണ്ട് അല്ലേ? ഒരുപാട് ഡിവോഴ്സ് കേസുകളൊക്കെ കൂടി വരുന്ന കാലഘട്ടമാണ്. ലൈഫിൽ ഇതുപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് ഓരോ പെൺകുട്ടിയും തനിക്കും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത വരുന്നത്. ഇവിടെയാണ് പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നൊരു ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ അറിഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ സിൻസ് അക്കാഡമിയിൽ കുറേ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, പലരും പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, പല പ്ലേസ്മെൻറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ നാടുകളിലാണെങ്കിലും മറ്റ് ടൗണുകളിലാണെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങൾ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, വൈ സിൻസ് അക്കാഡമി? എന്തുകൊണ്ടാണ് നമ്മൾ സിൻസ് അക്കാഡമി ഒരു പെൺകുട്ടി ചൂസ് ചെയ്യേണ്ടത്? അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈയിടെ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. ആൾ നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. നേഴ്സിംഗ് കഴിഞ്ഞു, ജോലിക്ക് കയറി, ഒരാഴ്ച കഴിയുമ്പോൾ ജോലി റിസൈൻ ചെയ്തു. എന്താണെന്ന് റീസൺ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി കൂടി ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ചിന്തിക്കാതെയാണ് ആ കുട്ടി ആ ഒരു കോഴ്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഡേ ഷിഫ്റ്റ് മാത്രം എന്നുള്ള ലെവലിലേക്കായിരിക്കും കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ നൈറ്റ് ഡ്യൂട്ടി കൂടി ചെയ്യേണ്ടി വന്നപ്പോൾ ആൾ ജോബ് റിസൈൻ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അവിടെ നമുക്കെന്താ, ആ കുട്ടിയുടെ ടൈം, അതുപോലെ മണി എല്ലാം അവിടെ നഷ്ടമാവാണ് അല്ലേ? ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പഠിച്ച ശേഷം ജോബിന് പോകാൻ പറ്റാതെ അതവിടെ ബ്രേക്ക് ആവാണ്. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഏതാണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയാസിൽ എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കാതെ കോഴ്സ് എടുക്കുന്നവർ. ഇനി സിൻസ് അക്കാഡമിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളോ, അല്ലെങ്കിൽ എൻജിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ആളോ, ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആളോ സിൻസ് അക്കാഡമിയിലേക്ക് വരരുത്. ഒരു ഓഫീസ് ജോബ് ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണ് സിൻസ് അക്കാഡമി. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ +2 കഴിഞ്ഞ പെൺകുട്ടികൾക്കും സിൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാൻ കഴിയും? ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടി നമ്മുടെ സിൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മാസത്തെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ 3 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി കുട്ടിക്ക് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന കപ്പാസിറ്റിയിലോട്ട് കുട്ടി മാറുകയാണ് ചെയ്യുക. ഇനി 4ാമത്തെ മാസം മുതൽ കുട്ടിക്ക് ജോലി കിട്ടുന്നത് വരെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു പ്ലേസ്മെൻറ്റ് ടീം തന്നെ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യം പലരും ആലോചിക്കുന്നുണ്ടാവും.
ഇപ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ ജോലി കിട്ടും എന്നുള്ള കാര്യം തന്നെ പല കമ്പനീസും ഇവരോട് ഓഫർ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ളത് ചിന്ത വരും, ഡെഫിനറ്റ്ലി വരും. ഇതിൽ നിന്നൊക്കെ സിൻസ് അക്കാഡമിയെ വ്യത്യസ്തമാക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെയുള്ള ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തരും എന്നുള്ള കാര്യം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എഴുതി ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി സിൻസ് അക്കാഡമിയുടെ ഫാക്കൽറ്റീസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ലേഡി ഫാക്കൽറ്റീസാണ്. സോ വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റുഡൻസിന് ക്ലാസ്സിലിരിക്കാം. കാരണം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കോഴ്സ് ആണല്ലോ, അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും സമയം സിൻസ് അക്കാദമിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന മാമിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് നമുക്ക് +2 കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവട്ടെ. അടുത്തറിയാം എന്ന ഈ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.